വെൽക്കം ബാക്ക് ടു JP റിവ്യൂ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മളിന്ന് 3 വാർ മൂവീസാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ മൂവിയാണ് മേജർ. നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. സിനിമയിൽ പറയുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ജീവിതമാണ്. പുള്ളിയുടെ കോളേജ് ലൈഫ്, അത് കണ്ടുള്ള പ്രശ്നങ്ങൾ, പുള്ളി എങ്ങനെയാണ് ആർമിയിൽ എത്തിച്ചേർന്നത്, അങ്ങനെ ഒരു കഥയാണ് ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. നല്ലൊരു മൂവിയാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മലയാളം ഡബ് കിട്ടും, ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നല്ലൊരു ഇമോഷണൽ മൂവിയാണ് സത്യം പറയുകയാണെങ്കിൽ. ക്ലൈമാക്സ് ആവുന്ന സമയത്ത് നല്ലതുപോലെ ഇമോഷണൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് വർക്കൗട്ടെ. ഞാൻ 3-4 പ്രാവശ്യം കണ്ട് സിനിമ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രകാശ് രാജ് ആട്ടോ മെയിൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത മൂവിയാണ് ഉറി. ഹിന്ദി മൂവിയാണ്. സിനിമ ZEE5 അവൈലബിൾ ആണ്. ZEE5 മലയാളം ഇല്ലാന്ന് തോന്നുന്നു, ഹിന്ദി മാത്രമേ ഉള്ളൂ, വേറെ ഭാഷയും ഇല്ലാന്ന് തോന്നുന്നു. സബ്ടൈറ്റിൽ ഇട്ട് കാണാൻ പറ്റും. വാർ മൂവിയാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കി. സിനിമ ഞാൻ കുറച്ച് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മിക്കപ്പോഴും എനിക്ക് വാർ സീക്വൻസാണ് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് വാറൊക്കെ ഉണ്ട് ഇതിനകത്ത്, അടിപൊളിയുള്ള സീൻസ് സത്യം പറഞ്ഞാൽ. അടുത്ത മൂവിയാണ് ഹാക്സോറിജ്. ഞാനീ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റിനെങ്കിൽ ക്ഷമിക്കുക. ചിലപ്പോൾ ഹാക്സോറിജ് ആകുമ്പോൾ ഹാക്സോറിജ് എന്നായിരിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റിന് ക്ഷമിക്കുക. എന്തായാലും ഇതാണ് സിനിമ. അടിപൊളി മൂവിയാണ്, നല്ലൊരു ഇമോഷണൽ മൂവിയാണ് സിനിമ. റിയൽ ലൈഫ് ആട്ടോ സത്യം പറഞ്ഞത്. റിയൽ ലൈഫ് മൂവിയാണ്. നമ്മുടെ അമേസിങ് സ്പൈഡർമാൻ നായകൻ്റെ മൂവിയാണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. സിനിമ ആമസോൺ പ്രൈം വീഡിയോസിൽ അവൈലബിൾ ആണ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്തൊരു കാണുന്നവരെ ബൈ.